നമസ്കാരം സുഹൃത്തുക്കളെ, ഇതൊരു വിഷയം നമ്മൾ പ്രേക്ഷകൻ ചോദിച്ചൊരു ചോദ്യമാണ്. അമേരിക്കയിലെ രാഷ്ട്രീയക്കാർ, സ്പെസിഫിക്കലി ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരായിട്ടുള്ള ചില മെമ്പർമാർ എന്തുകൊണ്ടാണ് കടുത്ത ഇന്ത്യ വിദ്വേഷം അല്ലെങ്കിൽ വിരോധം വെച്ച് പുലർത്തുന്നു? ഇതേ പല പല സ്റ്റേറ്റ്മെന്റുകളും ഇന്ത്യ വിരോധമുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറപ്പെടുവിക്കുന്നു. ഹനുമാൻ പ്രതിമ ബന്ധപ്പെട്ട് നമ്മൾ കേട്ടതാണ്. ഹനുമാന്റെ പ്രതിമ എന്തിനാണ് ഇവിടെ? കുരങ്ങന്റെ പ്രതിമ എന്തിനാണ് അമേരിക്കയിൽ? രണ്ടാമത്തെ ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ ടെക്സസിൽ ഒരു കൂട്ടം ഇന്ത്യക്കാർ ഗണപതി പൂജയുമായി ബന്ധപ്പെട്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത് ഇന്ത്യയാണോ അതോ ഇതൊരു അമേരിക്കയാണോ ബോംബെയാണോ എന്ന് പറഞ്ഞുകൊണ്ട് കാനഡയിൽ വേറൊരു പൊളിറ്റീഷ്യൻ, ഒരു രാഷ്ട്രീയക്കാരൻ പറയുന്നു ഇന്ത്യക്കാരെ സൂക്ഷിക്കണം, അവർ നമ്മളുടെ പണം അടിച്ചു മാറ്റാൻ വരുന്നവരാണ്, അവരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കുന്നു. ഫ്ലോറിഡയിൽ ഒരുത്തൻ പറയുന്നു ഇന്ത്യക്കാരെ കടിച്ചോടിക്കണം. മൊത്തത്തിൽ ആകെ ഒരു കശപശയാണ് ഇന്ത്യക്കാരെ ചുറ്റിപ്പറ്റി, ഒരു വിദ്വേഷം, സ്പെസിഫിക്കലി ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളുടെ ഭാഗത്ത്. എന്തുകൊണ്ടാണ് വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു? നമ്മുടെ ഭാഗത്ത് തെറ്റെന്തെങ്കിലും ഉണ്ടോ? അവരാണോ തെറ്റുകാർ? ആദ്യം ഞാൻ പറയട്ടെ, മറ്റ് പല രാജ്യങ്ങളിലും കുടിയേറി തിണ്ണമെടുക്ക് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പല തിണ്ണകളും കയറി ഇറങ്ങേണ്ടി വരും. ട്രംപിനെ നമ്മളാണ് ഭരണത്തിൽ കയറ്റിയത്. നളചരിതം ആട്ടക്കഥ പോലെ സംഘചരിത്രം ആട്ടക്കഥ പാടി പല ദിവസങ്ങളും ഉണ്ണാവ്രതം, 89 ദിവസങ്ങളാണ് പല വ്യക്തികളും ഉണ്ണാവ്രതം എടുത്ത് അദ്ദേഹത്തെ അധികാരത്തിൽ കയറ്റി. പിറ്റേ ദിവസം പോലെ അദ്ദേഹം നമുക്ക് പണി തന്നിരിക്കുകയാണ്. എന്താണ് മൊത്തത്തിൽ ഈ ഒരു കാരണം? സംഖ്യകളാണോ ഇതിന് പ്രധാനപ്പെട്ട കാരണം? എല്ലാവരും സംഖ്യകളിലേക്കാണ് പോയിന്റ് വിരൽ ചൂണ്ടുന്നത്. സംഖ്യകൾ മറ്റേ കഥകളി പാടുന്നു, അല്ലെങ്കിൽ അവർ ചെണ്ട കൊട്ടുന്നു, അങ്ങനെ പല പല പോയിന്റിങ് ഫിംഗേഴ്സ് ടു സംഖ്യയാണോ ഇതിന് പ്രധാനപ്പെട്ട കാരണം? ആദ്യം ഞാൻ പറയട്ടെ, ഞാനൊരു സംഖ്യ അനുകൂലിയാണ്. ഓക്കെ, ഇന്ത്യ 2014 ശേഷം ഇന്ത്യ കൈവരിച്ച പുരോഗതിയിൽ അഭിമാനം കൊള്ളുന്നു. നരേന്ദ്രമോദി എൻ്റെ ഭാരതത്തിന്റെ നേതാവ് എന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്ന വ്യക്തിയാണ്. എന്നാൽ പോലും 2014 ശേഷം പ്രവാസികളായിട്ടുള്ള സംഖ്യകൾക്ക് ഒരു ചെറിയൊരു പൊട്ട് അഹങ്കാരം കൂടിയോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ എയർപോർട്ടിൽ പോയി നരേന്ദ്രമോദി വരുമ്പോൾ അവരുടെ കരുത്ത് കാണിച്ച് ബല്ലേ ബല്ലേ വെച്ചാൽ പലരുടെയും വിചാരം എന്ന് പറയുന്നത് ആ നാട്ടിലെ ഒരു സ്വാധീന ശക്തിയാകുമെന്നുള്ളതാണ്. കാരണം എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ശരിയാണ്, മീഡിയ വരുന്നു, ചുറ്റുപാടും ദേശീയ മാധ്യമങ്ങൾ വരുന്നു, അവിടെ ചെണ്ട കൊട്ടുന്നു, പൂമാല, അതൊരു സംഭവമാണ്. ഒരു പൊട്ടിക്ക് അഹങ്കാരം കൂടിയോ അതിനുശേഷമാണോ ഈ പറയുന്ന ഈ ഒരു ഇന്ത്യക്കാരുടെ ഈ സംഖ്യയുടെ ഭാഗത്തുള്ള ഈ ഒരു പ്രശ്നം? സംഖ്യ പ്രശ്നക്കാരാണോ? സത്യത്തിൽ ഒരു പ്രശ്നക്കാരൊന്നുമല്ല, പക്ഷെ ഒരു കൂട്ടം ആളുകൾ ഇതിൽ കൊതിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റ് വിരൽ ചൂടും അവരിലേക്കാണ്. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പ്രവാസികളാണ്, ദേശം വിട്ടു വന്നു, മറ്റ് പല പ്രദേശങ്ങളും താമസിക്കുന്നു. എന്നാൽ പോലും ആ പ്രദേശത്തിന്റെ സ്വാധീന ശക്തി ആകണമെങ്കിൽ അവിടുത്തെ പൊളിറ്റീഷ്യൻസ്, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകണം, അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു കോൺട്രിബ്യൂഷൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ഇലക്ഷനിൽ പങ്കാളികളാകണം. എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർക്കെതിരെ വിദ്വേഷം? കാരണം ഇന്ത്യക്കാരിലൊന്നും പങ്കാളികളാവുന്നേയില്ല. പലർക്കും അറിഞ്ഞുകൂടാ അവരുടെ ആ നാട്ടിലെ ചുറ്റുപാടും, കൗണ്ടിയിലെ മേയർ ആരാണ്, അവരുടെ മെമ്പർ ആരാണ്, ഇതൊന്നും താല്പര്യമില്ല. ഒരേ കാര്യത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ. എന്താണ്? വെട്ടിപ്പിടിക്കാൻ ഇഷ്ടമാണ്. എനിക്കും എൻ്റെ കുട്ടികൾക്കും, സുഭദ്രയും പിള്ളേരും മാത്രം, അവർക്ക് വേണ്ടി മാത്രം വെട്ടിപ്പിടിക്കുക. എല്ലാവരും അല്ല പറയുന്ന, മൊത്തത്തിൽ ആ ഒരു ചിന്താഗതി വളരെയധികം ഉണ്ട്. അപ്പോൾ ആ നാട്ടിലെ ഒരു കോൺട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് ഡൊണേഷൻസ് ആയി കൊടുക്കണം. ഈ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ ഈ പറയുന്ന മെമ്പേഴ്സ് ആയാലും അതല്ലെങ്കിൽ ഈ പറയുന്ന മേയർമാർക്കായാലും ദേ എക്സ്പെക്ട് ഡൊണേഷൻ. അമേരിക്ക ഡൊണേഷൻസ് കൊടുക്കാൻ നമുക്ക്, അവർ കൈക്കൂലി വാങ്ങാൻ സാധിക്കില്ല, പക്ഷെ ഡൊണേഷൻ കൊടുക്കാം. 1 രൂപ പോലും ഡൊണേഷൻ കൊടുക്കില്ല. പല ബിസിനസ്സുകളും ഈ പല ദേശങ്ങളിലെയും പല രാജ്യങ്ങളിലെയും നമ്മൾ നോക്കി അമേരിക്കയിൽ എടുത്താൽ പോലും അവിടുത്തെ മോട്ടലായാലും ലിക്കർ സ്റ്റോഴ്സുകളായാലും ചെറിയ ചെറിയ പെട്ടിക്കടകളായാലും എല്ലാ സ്ഥാപനങ്ങളും ഇന്ത്യക്കാരാണ്. അത് മോശമുള്ള കാര്യമല്ല, അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് സമ്പാദിച്ചിരിക്കുന്നത്. അതിലൊന്നും കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. രാവിലെ 9 മുതൽ 10 വരെ ഭാര്യയും ഭർത്താവും പണിയെടുത്താണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ സമ്പാദ്യങ്ങൾ മുഴുവൻ. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു ഇലക്ഷൻ വരുമ്പോൾ 1 രൂപ പോലും സംഭാവനയായി കൊടുക്കില്ല. ആർക്ക്? ഈ പറഞ്ഞ പൊളിറ്റീഷ്യൻസിന്. അവർക്കും പണം വേണം. അപ്പോൾ അവർ കാലാകാലങ്ങളായിട്ട് അവർക്ക് വോട്ടും ഇല്ല, അവർക്ക് ഡൊണേഷനും ഇല്ല, ഒരു തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസും ഇല്ല. അവരുള്ളിൽ തീർച്ചയായിട്ടും ഈ വിദ്വേഷം പുറത്തു വരും, യാതൊരു സംശയവുമില്ല. അല്പമെങ്കിലും നമ്മുടെ സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂഷൻസ് കൊടുക്കണം. അതായത് 100 രൂപ ഉണ്ടാക്കിയാൽ ഒരു 10 രൂപയെങ്കിലും തിരിച്ചു കൊടുക്കാനുള്ള മാന്യത കാണിക്കാത്തതാണ് ഏറ്റവും പ്രശ്നം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ABC പോലുള്ള ചാനലുകൾ
ശരിക്കും പറഞ്ഞാൽ വിഷം തുപ്പുകയാണ്. ഞാൻ അവരെ കുറ്റം പറയുകയല്ല. അതിനേക്കാളും വിഷം തുപ്പുന്ന വേറൊരു ചാനലുണ്ട് മലയാളത്തിൽ. മറ്റേ അവരെ വെച്ച് നോക്കുമ്പോൾ ഇവര് പാവങ്ങളാണ്. ഇവര് പിന്നെ 10 ആളെ കൂട്ടാൻ വേണ്ടി, വ്യൂസ് കിട്ടാൻ വേണ്ടി നോണ അടിച്ചിറക്കുക. മറ്റവർ അങ്ങനെയല്ല, മറ്റവർ വേറെ ഡേഞ്ചറായ ആൾക്കാരാണ്. ഇവരെ എന്ന് പറയുന്നത് വ്യൂസ് കിട്ടാൻ വേണ്ടി ഒരു താടിയൊക്കെ നിറച്ചിട്ട് അപ്പാപ്പം വന്നിരിക്കും. വെറുതെ എന്താണ്, അമേരിക്കൻ ഒരു പട്ടാളക്കാരൻ ഒരുത്തൻ അവിടെ ബോംബെയിൽ എങ്ങാണ്ട് പട്ടാളക്കാരനെ പിടിച്ചപ്പോൾ മോഡിയെ കൊല്ലാൻ വന്നു എന്ന് പറഞ്ഞ കഥകൾ അടിച്ചിറക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ പറയുന്ന ശൂരവും കൊണ്ട് പള്ളി പൊളിക്കാൻ പോകുന്ന വീഡിയോസൊക്കെ ഇവിടെ പല ചാനലുകളും കാണിക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ, അതായത് ഇത് ലോകത്തിലെ എന്തും എല്ലാവർക്കും എവിടെയും കാണാം, പൊലിപ്പിച്ച് കാണിക്കും. ഇവിടെയുണ്ട് ഈ ABC ചാനൽ പോലത്തെ ചാനലുകൾ, വിവരം കേട്ട ആളുകൾ ഇവിടെയുണ്ട്. ഇവരിങ്ങനെയാണ് പറയുന്നത്, അതായത് ഇന്ത്യയിൽ പള്ളികൾ പൊളിക്കുന്നു. ശരിക്കും ആണോ? അല്ല, ഒരിക്കലും അല്ല. ഇന്ത്യയിൽ ഒരു പള്ളിയും പൊളിക്കുന്നില്ല. വല്ലോ ചില ഏരിയകളിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കൂത്തിത്തിരിപ്പുണ്ടായാൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഓൾ ഓവർ എന്ന് പറഞ്ഞ ഇന്ത്യയിൽ ക്രിസ്ത്യാനിക്ക് ജീവിക്കാനായിട്ട് ഏറ്റവും സുഖവും സുന്ദരവുമായ രാജ്യമാണ് ഇന്ത്യ. ആസ് ലോങ് ആസ് നരേന്ദ്രമോദിയാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നുണ്ടെങ്കിൽ. പക്ഷെ ചില കൂത്തുതിരിപ്പുകാരായിട്ടുള്ള ചില പാസ്റ്റർമാരും ചില സംഖ്യകളും ഉള്ളിടത്ത് ക്ലാഷ് വരും. അതിനെ ഹൈലൈറ്റ് ചെയ്ത് ABC ഉള്ള ചാനലുകൾ, ചില BJPയുടെ ചില വക്താക്കളും അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. ഇവിടെയും ഉണ്ട് അതുപോലെ ആളുകൾ. ഇവരിത് കാണിക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ അങ്ങനെ ഇവർ പറയുന്നു, ഞങ്ങളുടെ അവിടുന്ന് പണം ഉണ്ടാക്കുന്നു, എന്നിട്ട് ഞങ്ങളുടെ ആളുകൾ തല്ലുന്നു. അത് വേറെ കേസ്. മൂന്നാമത്തെ കേസ് എനിക്ക് തോന്നുന്നത് കറുത്ത റോഡുകളെ മുഴുവൻ പാൻപരാഗ് തുപ്പി ചുമന്ന നിറമാക്കുന്ന ഒരു കൂടെ നോർത്ത് ഇന്ത്യൻസ്. വേറെ കൾച്ചറാണ് സഹിക്കാൻ പറ്റാത്ത. ഇതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. അതായത് ഒരു തരത്തിലുമുള്ള സീറോ ഇൻവോൾവ്മെന്റ്, സിവിക് സെൻസും ഇല്ലാത്ത ഒരു കൂട്ടം നോർത്ത് ഇന്ത്യൻസിന്റെ കൾച്ചർ, എട്ടിപ്പിടിക്കുന്ന കൾച്ചർ, സിവിക് സെൻസും ഇല്ല. ഇതും സായിപ്പിന് ഒരു അരോചകത്വമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. അതായത് പൊളിറ്റീഷ്യൻസ് നോക്കുമ്പോൾ അവർക്ക് പണം കിട്ടുന്നില്ല, അവർക്ക് വോട്ട് കിട്ടുന്നില്ല, അവരുടെ ഉള്ള സ്വാധീനം പോകുന്നു, അവർ ഏരിയയിൽ നിന്ന് പല ആളുകളും പോവുക. അഥവാ തന്നെ ഒരു ഇന്ത്യക്കാരൻ വന്നാൽ, ഇപ്പൊ മംദാനി പോലുള്ള ആളുകൾ വരുന്നു, അവന്റെ പുറകിലുള്ള ബംഗ്ലാദേശി മുസ്ലിംസ്, പാകിസ്ഥാനി മുസ്ലിംസ് അണിനിരക്കുകയാണ്. അപ്പൊ അവർ നോക്കുമ്പോൾ സംഘടിതമായിട്ട് ഒരു കൂട്ടം ആളുകൾ വരുന്നു ഒരാൾക്ക് അനുകൂലമായിട്ട്. അവിടെ വോട്ട് മാത്രമാണ്, അവരുടെ സ്വന്തമാണ്, ഞമ്മന്റെ ആള് മാത്രം നോക്കുള്ളൂ അവിടെ. അതല്ലാതെ വേറെ പാർട്ടിയല്ല. അത് കാണുമ്പോൾ പേര് വരികയാണ് മനസ്സിലാക്കുക. അപ്പോൾ വരും ദിവസങ്ങളിൽ, വരും നാളുകളിൽ നമ്മൾ തിണ്ണമെടുക്ക് കാണിക്കാൻ പോവാതിരിക്കുക, ഒതുങ്ങിക്കൂടി ജീവിക്കാൻ ശ്രമിക്കുക. അഥവാ എന്തുണ്ടെങ്കിലും സമൂഹത്തിലേന്ന് പണം വാരുന്ന ബിസിനസ് ആണെങ്കിൽ 10 രൂപയെങ്കിലും തിരിച്ച് സംഭാവന കൊടുക്കാൻ ശ്രമിക്കുക, കോൺട്രിബ്യൂഷൻസ് കൊടുക്കുക, പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുക, ഡൊണേഷൻ, ഫുഡ് ബാങ്ക്, എന്തൊക്കെ കാര്യമുണ്ടെന്ന് അറിയൂടെ. ഒരു പണിയും ചെയ്യാതെ മുഴുവൻ ഡോളറും കട്ടിലിന്റെ അടിയിൽ വെക്കുന്ന പരിപാടിയായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങൾ തന്നെയായിരിക്കും എല്ലാ രാജ്യങ്ങളും.